കേരളത്തിൽ ഇപ്പോൾ AI ക്യാമറകളുടെ കടന്നുവരവോടെ ഗതാഗത നിയമലംഘനങ്ങൾ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. ഇപ്പോൾ ബൈക്കിലാണെങ്കിൽ ഹെൽമറ്റും കാറിലാണെങ്കിൽ സീറ്റ് ബെൽറ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ധരിക്കാതെ വണ്ടി പുറത്തിറക്കാൻ ആരും ഒന്ന് പേടിക്കും. കാരണം എല്ലാം ഒരാൾ കാണുന്നുണ്ട് എന്നൊരു ഭയം എല്ലാവർക്കും വന്നു കഴിഞ്ഞു. പക്ഷേ ചില വിരുദ്ധന്മാർക്ക് ഇപ്പോഴും അത്ര പേടി വന്നിട്ടില്ല. അവർ നമ്പർ പ്ലേറ്റ് മറച്ചു പിടിച്ചും ക്യാമറ വരുമ്പോൾ കൃത്യമായി റൂട്ട് മാറ്റിയുമൊക്കെ നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് നടക്കുകയാണ്. പക്ഷേ ഇവരെ കുരുക്കാൻ മറ്റൊരു പുത്തൻ വിദ്യയുമായി ഇറങ്ങുകയാണ് പോലീസ്. പറക്കുന്ന ക്യാമറകളാണ് ഇനി പോലീസ് അടുത്തതായി കളത്തിലിറക്കുന്ന പുതിയ ആയുധം. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിന്റെ ആകാശത്താകും പോലീസിന്റെ ഡ്രോണുകൾ വട്ടമിട്ട് പറക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. AI ക്യാമറയിൽ നിന്നും നൈസായിട്ട് സ്കൂട്ടാകുന്ന ഗതാഗത നിയമലംഘകരെയും കുറ്റവാളികളെയും കണ്ടെത്താനാണ് ഡ്രോൺ നിരീക്ഷണ സംവിധാനം തിരുവനന്തപുരം സിറ്റി പോലീസ് ഉപയോഗപ്പെടുത്തുക. സംസ്ഥാന പോലീസിന്റെ ഡ്രോൺ ഫോറൻസിക് യൂണിറ്റിന്റെ ഭാഗമായുള്ള ഡ്രോണിന്റെ പ്രവർത്തനം തിരുവനന്തപുരം സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ ആരംഭിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജുവാണ് അറിയിച്ചത്. ആദ്യഘട്ടത്തിൽ ട്രാഫിക് നിയമ ലംഘനങ്ങൾ നടത്തുന്നവരെയാണ് ഡ്രോൺ നിരീക്ഷണം നടത്തുക. ബൈക്ക് റേസിംഗ്, ബൈക്ക് സ്റ്റണ്ടിംഗ് എന്നിവ നടത്തുന്നവരെ പിന്തുടർന്ന് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഡ്രോണിൽ ഘടിപ്പിച്ചുകൊണ്ടുള്ള ക്യാമറ വഴി കൺട്രോൾ റൂമിലെത്തിക്കും. നമ്പർ പ്ലേറ്റിൽ രൂപമാറ്റം വരുത്തുന്നവരെയും വാഹനത്തിന്റെ രൂപഭേദം വരുത്തുന്നവർക്കെതിരെയും നടപടി ഉണ്ടാകും. സീബ്ര ലൈനുകളിൽ വാഹനം നിർത്തുന്നവരെയും ചുവന്ന ലൈറ്റ് ചാടിപ്പോകുന്നവരെയും ഗതാഗത തടസ്സം സൃഷ്ടിച്ച് വാഹന പാർക്കിംഗ് നടത്തുന്നവരെയും ഡ്രോൺ തിരിച്ചറിയും. ഡ്രോണിലെ അൾട്രാസൂം ക്യാമറ രാത്രിയിലും പകലിലും വ്യക്തമായ ദൃശ്യങ്ങളും വീഡിയോകളും ഒപ്പിയെടുക്കും. ഹെൽമറ്റ് ഇല്ലാതെയും സീറ്റ് ബെൽറ്റ് ഇല്ലാതെയും യാത്ര ചെയ്യുന്നവരെയും ആകാശ ക്യാമറയിലൂടെ തിരിച്ചറിഞ്ഞ് നിയമ നടപടികൾ സ്വീകരിക്കും. എന്തായാലും AI ക്യാമറയേക്കാൾ പേടിക്കേണ്ട സംഭവം ഡ്രോൺ തന്നെയാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ക്യാമറ ഒരിടത്ത് അനങ്ങാതെ ഇരിക്കുകയാണെങ്കിൽ ഡ്രോൺ പിന്നാലെ വന്ന് പണിതരും. ഡ്രോൺ വരുന്നതൊന്നും ചിലപ്പോൾ നമ്മൾ അറിയാനേ പോകുന്നില്ല. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരത്ത് തുടങ്ങിയ ഡ്രോൺ നിരീക്ഷണം ഭാവിയിൽ മറ്റ് നഗരങ്ങളിലേക്കും പോലീസ് വ്യാപിപ്പിക്കാനാണ് സാധ്യത. അതുകൊണ്ട് നിയമലംഘകർ എത്രയും പെട്ടെന്ന് മര്യാദക്കാരാകുന്നതാണ് നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.